നിന്റെ ശരീരം മന്ദിരമാണെങ്കിൽ അതിന്റെ അകത്ത് ആത്മാവ് വരണം. ഓ എടാ, നിന്റെ ശരീരം മന്ദിരമാകണമെങ്കിൽ, നിന്റെ ശരീരം ആലയമാകണമെങ്കിൽ അതിന്റെ അകത്ത് പരിശുദ്ധാത്മാവ് വരണം. അങ്ങനെ പരിശുദ്ധാത്മാവ് വന്നാൽ നിന്റെ ശരീരം ഒരു ആലയമായി മാറും. സ്തോത്രം. യേശു പറഞ്ഞു, തന്റെ ശരീരത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഈ ആലയത്തെ പൊളിച്ചാൽ. സ്തോത്രം. അതുകൊണ്ട് അതെന്തുകൊണ്ടാണ് യേശു പറഞ്ഞത്? യേശുവിൻ്റെ അകത്ത് പരിശുദ്ധാത്മാവുണ്ട്. സ്നാനപ്പെട്ട് കരക്കയറിയപ്പോൾ പരിശുദ്ധാത്മാവ് അവന്റെ മുകളിൽ ഇറങ്ങി വന്നിട്ട് സ്വർഗം വിളിച്ചു പറഞ്ഞു, ഇവൻ എൻ്റെ പ്രിയപുത്രനാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് യേശു പറയുന്നു, എൻ്റെ ശരീരം ആലയമാണ്, അതൊരു മന്ദിരമാണ്. അതെത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? അതൊരു മന്ദിരമാണ്. അതുകൊണ്ടാണ് 1 കൊരിന്ത്യർ 3:16 പറയുന്നു, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിന്റെ വചനം പറയുന്നു, നിങ്ങളുടെ ശരീരം അത് മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിന്റെ അകത്ത് വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? സ്തോത്രം. അങ്ങനെയെങ്കിൽ എനിക്കൊന്ന് പറയാനുണ്ട്, നിന്റെ ശരീരം അത് ആലയമായി മാറണമെങ്കിൽ പരിശുദ്ധാത്മാവ് നിന്റെ അകത്ത് വരണം. ഓ, മനസ്സിലായവര് മാത്രമേ കരമടിച്ച് എൻ്റെ ദൈവത്തിന് മഹത്വം കൊടുക്കാവൂ. അങ്ങനെയെങ്കിൽ പരിശുദ്ധാത്മാവ് നിന്റെ അകത്ത് വന്ന് നിന്റെ ശരീരം ഒരു ആലയമായെങ്കിൽ, ഒരു മന്ദിരമായെങ്കിൽ, കൈവച്ചിട്ട് പറ, ഈ മന്ദിരത്തെ ആര് പൊളിച്ചാല് പരിശുദ്ധാത്മാവ് 3 ദിവസത്തിനകം അതിനെ പണിയും. അത് വിശ്വസിക്കുന്നവർ നീ ഒരു ആലയമാകണമെങ്കിൽ നിന്റെ അകത്ത് പരിശുദ്ധാത്മാവ് വരണം. നിന്റെ അകത്ത് പരിശുദ്ധാത്മാവ് വന്നാൽ നിന്നെ ഏത് ശക്തി പൊളിച്ചാലും പരിശുദ്ധാത്മാവ് അതിനെ റീക്രിയേറ്റ് ചെയ്യും.